ഹലോ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പൂരിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഭാജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ മുമ്പ് പൂരിയുടെ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണ്, അന്ന് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളി, 2 ഡ്രൈ ചില്ലി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക്, മല്ലിയില, കറിവേപ്പിലൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് മെയിനായിട്ട് വേണ്ടത് കിഴങ്ങാണ് കേട്ടോ. ഞാനത് കുക്കറിലിട്ടിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ടോ അല്ലെങ്കിൽ വല്ല സ്പൂൺ എന്തെങ്കിലും വെച്ച് നന്നായി കുഴച്ചെടുക്കണം. നല്ല കുഴക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചെറുതായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പാൻ ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കടല, 1 ടീസ്പൂൺ കടുക്, ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കടുകെല്ലാം കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഭാജിക്ക് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആ ഓയിലുള്ള ഭാഗത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എല്ലായിടത്തും മിക്സ് ചെയ്യുക. ഇത് ഇത്രയും മതിയാകും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് 1 ടേബിൾ സ്പൂൺ കടലമാവാണിത്. ഇത് കുറച്ച് വെള്ളത്തിൽ നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കടലമാവ് ഒഴിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് കുറച്ചിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി ആവശ്യമുള്ള വെച്ചാൽ അത്രയും വെള്ളം നമുക്കിതിലിപ്പോൾ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഭാജി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല കട്ടിയിൽ കുറുമ പോലെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് എനിക്കിത് കഴിക്കാൻ പറ്റി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ